നല്ല വലിയ ടൈഗർ പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, കാന്താരിമുളക് എല്ലാം ചതച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ആ ടൈഗർ പ്രോൺസിനെ രണ്ട് സൈഡും ഒരു നല്ലൊരു ഓറഞ്ച് കളർ വരും. അത്രയും ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം പിന്നെ ബാക്കി കുക്കിംഗ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ആകമൊന്നും വെന്തിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് കുറേശ്ശെ അതിൻ്റെ കളറൊക്കെ അതേ ചേഞ്ചായി വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഓറഞ്ചായി വരുന്നുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഒരു സൈഡ് ഓറഞ്ചായി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് ഓറഞ്ച് കളർ ആവാനായിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ തലയോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ തലയ്ക്കകത്തും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനെ വറുത്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ എല്ലാം നമുക്ക് ആ എണ്ണയിൽ നിന്ന് വറുത്ത് കോരി വെക്കണം. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിമുളകും തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ആ എണ്ണയിലും ബട്ടറിലും കിടന്നൊന്ന് ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വന്നു കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് ആ പ്ലേറ്റിലോട്ട് നമ്മൾ ചെമ്മീൻ വറുത്തതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ പാൻ നമുക്ക് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ചിക്കൻ സ്റ്റോക്കോ പ്രോൺ സ്റ്റോക്കോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബോക് ചോയ് ലീവ്സ് ആ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ച് ആ ബോക് ചോയ് ലീവ്സിനെ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് വെന്ത് കഴിയുമ്പം ഒരു 2 മിനിറ്റ്സേ എടുക്കുകയുള്ളൂ ബോക് ചോയ് വേവാനായിട്ട്. ആ ബോക് ചോയെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ആ ചെമ്മീനും ആ വഴറ്റിയ ചെറിയ ഉള്ളിയും അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്ത് സോസുകൾ ഒഴിച്ച് കൊടുക്കണം. ഓയിസ്റ്റർ സോസും സോയാ സോസും ഹോയ്സണി സോസുമാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ആ ഗ്രേവിയൊക്കെ നല്ല പരണ്ടിരിക്കുന്ന പരുവത്തിൽ നമുക്കതിനെ ഒന്ന് സിമ്മർ ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് ആ കൊഞ്ചും ഒന്ന് വെന്ത് കിട്ടും, ടൈഗർ പ്രോൺസും ഒന്ന് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് ആ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബോക് ചോയ് ഇട്ട് സെർവ് ചെയ്യാം. നല്ലൊരു ഡിഷാണ്. നൂഡിൽസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ പ്ലെയിൻ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിപ്പം വലിയ ടൈഗർ പ്രോൺസ് തന്നെ വേണമെന്നില്ല, ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായവും അറിയിക്കണം. ഓക്കെ, താങ്ക് യു. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഒത്തിരി വീഡിയോസ് ഉണ്ട്. എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.